ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് ഏരീസ് സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസ് അതല്ല വെച്ചാൽ നിങ്ങളുടെ നക്ഷത്രം മേടമാണ് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പോൾ നിങ്ങളുടെ സൺ, മൂൺ, എസെൻഡൻറ്റ് നക്ഷത്രം എല്ലാത്തിലും എവിടെയെങ്കിലും ഏരീസ് ഉണ്ട് വെച്ചാൽ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. പിന്നെ റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ല പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ വീഡിയോസ് റെസൊനേറ്റ് ആവും നിങ്ങൾക്ക്. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതല്ലാണ്ട് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, എന്ത് ആക്ഷനാണ് അവർ എടുക്കാൻ പോണത് ഫ്യൂച്ചറിൽ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ എരീസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ടവർ. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് കറണ്ട് സിറ്റുവേഷൻ എന്താണ്? 5 സോഡ്സ്. കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ആക്ച്വലി കുറേ നെഗറ്റീവ് എനർജീസ് ആണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ വേറെ ആൾക്കാർ ഈ സിറ്റുവേഷനെ കോംപ്ലിക്കേറ്റ് ചെയ്യണു. അപ്പോൾ ഈ 5 സോഡ്സ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. എന്താണ് ഈ 5 സോഡ്സ്? പേജ് ഓഫ് വോൺസ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് തന്നെ ഞാൻ കുറച്ചൊരു എനർജിയിൽ ഒരു അൺഹെൽതി ടൈപ്പ് ഓഫ് എനർജിയാണ് കാണുന്നത്. ഓക്കെ, കുറച്ചൊരു ഇമ്മച്യോറിറ്റി മാതിരി ഒരു എനർജി ഉണ്ട്. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ തൽക്കാലം ഒരു ബ്രേക്ക് എടുത്തിരിക്കണു. എന്താ വെച്ചാൽ നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ ടവറാണ്. എന്തോ ഒരു വലിയ മാറ്റം, എന്തോ ഒരു എൻഡിങ് പോലെ ഒരു എനർജി നിങ്ങളുടെ ഭാഗത്തിൽ. ഈ പേഴ്സൻ്റെ എനർജി ക്വീൻ ഓഫ് സോഡ്സ്. അപ്പോൾ ഇവരുടെ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു എന്തോ ഒരു കാര്യം അവർ തുറന്നു പറഞ്ഞു. പക്ഷേ ഒരു സെപ്പറേഷൻ്റെ എനർജിയുമാണ് ക്വീൻ ഓഫ് സോഡ്സ്. ഒരു പേഴ്സണെ കട്ട് ഓഫ് ചെയ്യണ എനർജിയാണ് ഇത്. അപ്പോൾ അവർ ഈ സമയത്ത് കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുന്നുണ്ടാവും. നിങ്ങളുടെ എനർജിയിൽ ടവർ എന്താണ്? 3 ഓഫ് പെൻറ്റിക്കിൾസ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സന്റെ എനർജിയിൽ ക്വീൻ ഓഫ് സോഡ്സ് എന്താണ്? 4 ഓഫ് വോൺസ്. ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാനൊരു റിജക്ഷൻ്റെ എനർജിയാണ് കാണുന്നത്. അവർ ആക്ച്വലി കുറേ ലോൺലി ആയി ഫീൽ ചെയ്യണു, റിജക്റ്റഡ് ആയി ഫീൽ ചെയ്യണു. 5 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളുടെ കൂടെ മാരിഡ് ആയിരുന്നു വെച്ചാൽ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാവാം. അതല്ല വെച്ചാൽ മാരിഡ് അല്ല വെച്ചാൽ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി ഈ സമയത്ത് നിങ്ങളുടെ കൂടെ കണക്റ്റഡ് അല്ല. നിങ്ങളുടെ എനർജിയിൽ എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ വഴക്കിൻ്റെ എനർജി ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് എന്തോ ഒരു വലിയ റെവലേഷൻ ഉണ്ടായി. നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു ഈ സിറ്റുവേഷനിൽ. എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഇതെന്ന്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ 2 ഓഫ് സോഡ്സ്. അപ്പോൾ പാസ്റ്റിലും ഞാൻ ഈ സിറ്റുവേഷനിൽ ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത എനർജിയാണ് കാണുന്നത്. അതിൻ്റെ കാരണം ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു 3 ഓഫ് സോഡ്സിൻ്റെ എനർജി ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ്. തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു എനർജിയാണ്. ഈ ഹാർട്ട് ബ്രേക്ക് എന്തുകൊണ്ടാണ് ഉണ്ടായേ? കിങ് ഓഫ് കപ്സ്. ഇവിടെ ഒരു പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ കാണാണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ
അവരുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നിങ്ങളുടെ സൈഡിൽ നിന്നാണോ തേർഡ് പാർട്ടി അല്ലച്ച ഇവരുടെ സൈഡിൽ നിന്നാണോ അതറിയില്ല. ബട്ട് ഒരു പേഴ്സൺ എഫേർട്ട് ഇടുന്നുണ്ട്, മറ്റേ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഇല്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഇപ്പോൾ കറണ്ട് എനർജിയിൽ വഴക്ക് കൂടി ആൻഡ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു വലിയ ഫൈറ്റ് ഉണ്ടായി ആൻഡ് നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു എൻഡിങ് ആണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താണ്? അവർക്ക് ആക്ച്വലി മാപ്പ് ചോദിക്കണം എന്നുണ്ടാവും, ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ടാവും. പേജ് ഓഫ് കപ്സ്, അവർക്ക് ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. ഹൈറോഫാണ്ട് ഉണ്ട് ഇവിടെ. ഇത് ആദ്യം മാരേജ്, സൊസൈറ്റി, ട്രഡീഷൻ, അതിൻ്റെ എനർജിയാണ് ഇവിടെ ഹൈറോഫാണ്ട് കാണുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ഇവിടെ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അവരുടെ കുട്ടികളുണ്ടാവാം. ഓക്കെ, പക്ഷെ ഞാൻ കാണുന്നത് അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു തുടക്കം വേണം എന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് വേണം എന്നുണ്ട്, ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്. അവർ മാരീഡ് ആണെന്ന് വെച്ചാൽ അവർ ആ റിലേഷൻഷിപ്പിന് വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറുമാണ്. ഈ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങൾക്കും ഈ പേഴ്സണിന് വേണ്ടിയിട്ട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ മാനിഫെസ്റ്റ് ആണ് ചെയ്യണത്. നിങ്ങൾക്ക് കുറേ ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്, ഇവരെ വേഗം കോണ്ടാക്ട് ചെയ്യണം എന്ന് മാതിരി ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ? ഇവരുടെ ഇൻറ്റൻഷൻ 7 of Swords ആണ്. ഇതൊക്കെ ഉണ്ടായിട്ടും അവർ എന്തോ ശരിയായിട്ട് കാര്യങ്ങൾ പറയൂല്ല. എന്താ വെച്ചാൽ ഇതൊരു ഹിഡൻ എജൻഡ ഉള്ള പേഴ്സൺ ആണ് 7 of Swords. 7 of Swords ഒരു മാനിപ്പുലേഷൻ്റെ എനർജിയാണ്, ചീറ്റിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തോ ഇവർ ഇപ്പോഴും ഒരു ഓണസ്റ്റ് ആയിട്ടല്ല അവരുടെ ഇൻറ്റൻഷൻ ഉള്ളത്. അവർക്ക് എന്തോ റിഗ്രറ്റ് ഉണ്ട് പാസ്റ്റിൻ്റെ, പക്ഷെ അതുണ്ടായിട്ടും അവർ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഇൻറ്റൻഷൻ വെക്കില്ല. നിങ്ങളുടെ ഇൻറ്റൻഷൻ ക്ലാരിറ്റിയാണ്. നിങ്ങൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അവരോട് സംസാരിക്കാൻ നോക്കണു. നിങ്ങളുടെ ഇൻറ്റൻഷൻ ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു പുതിയ ബിഗിനിങ് വേണം. എന്താണ് ഈ പേഴ്സൻ്റെ ആക്ഷൻ ഉണ്ടാവുക? 10 of Cups. അപ്പോൾ അവർ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്. ഇവിടെ അവർക്കൊരു ചോയ്സ് എടുക്കാണ്ട് ലവേഴ്സ് രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് അവർ ചൂസ് ചെയ്യാൻ പോണു. പക്ഷെ അവർ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അവർക്ക് അറിയില്ല എന്താണ് ചോയ്സ് എടുക്കേണ്ടതെന്ന്. നിങ്ങളുടെ ആക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ എനർജിയിൽ വേൾഡ് ആണ് കാണുന്നത് ആക്ഷനിൽ. നിങ്ങൾ റെഡിയാണ് ഈ സിറ്റുവേഷനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ, ഒരു പുതിയ ബിഗിനിങ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾക്ക് പാസ്റ്റിനെ മറന്നിട്ട് വേണം ഈ മുമ്പോട്ടേക്ക് പോവുക. എന്താ വെച്ചാൽ പാസ്റ്റിലും കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. അപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഇവരോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. എന്താണ് ഇവിടെ ഔട്ട്കം ഉള്ളത്? ഔട്ട്കം നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ഒരു പുതിയ തുടക്കമുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്. എംപ്രസ് എനർജി, ഇവിടെ പ്രഗ്നൻസിയുടെ എനർജി ഉണ്ട്. ആരോ ഇവിടെ ഒരു പേരൻ്റ് ആണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്, കുട്ടികളുണ്ട്. പേജ് ഓഫ് സോഡ്സ്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്, മെസ്സേജ് ഓർ ഇൻഫർമേഷൻ്റെ എനർജി ഉണ്ട്, ലവിൻ്റെ എനർജി ഉണ്ട്. 10 of Pentacles ഉണ്ട്. ഇവിടെ ഒരു സ്റ്റേബിലിറ്റിയുടെ എനർജി ഉണ്ട്, ഫാമിലി എനർജി ഉണ്ട്. ക്വീൻ ഓഫ് വാൻസ് നിങ്ങളുടെ എനർജിയാണ്, കുറേ കോൺഫിഡൻറ്റ് എനർജിയാണ് ഇത്. അപ്പോൾ എന്തോ ഇവിടെ ഒരു കാര്യം ഇപ്പോഴും കാര്യങ്ങൾ ക്ലിയർ അല്ല ഇവരുടെ ഭാഗത്തുനിന്ന്. എന്താ വെച്ചാൽ അവർ ഇപ്പോഴും എന്തോ വെരി കെയർഫുള്ളി നിങ്ങളോട് പറയാമെന്ന് വെച്ചിട്ടായിരിക്കും. ഓക്കെ, എന്താ വെച്ചാൽ അവർ എങ്ങനെയാണ് ഇത് പറയാമെന്ന് അറിയാത്ത ഒരു എനർജിയിലാണ് അവർ. എന്തോ അവർക്ക് അവരുടെ ഭാഗത്തിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാവർക്കും ഒരുമാതിരി ആയിരിക്കില്ല. പക്ഷെ എന്തായാലും എന്താണ് ഈ പേഴ്സൻ്റെ തോട്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഐ വിഷ് ഐ ഹാഡ് ട്രീറ്റഡ് യു ബെറ്റർ. അപ്പോൾ ഇവർക്ക് അങ്ങനത്തെ റിഗ്രറ്റ് ഉണ്ട്, അത് നിങ്ങളെ അവർ ശരിയായി ട്രീറ്റ് ചെയ്തില്ല. ദ ടൈമിംഗ് ജസ്റ്റ് വാസൻറ്റ് റൈറ്റ് ഫോർ അസ്. അപ്പോൾ നിങ്ങളുടെ ടൈമിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കാം ഇവിടെ. നിങ്ങൾ രണ്ടാളും എപ്പോഴും ഒരുമിച്ച് വരാൻ നോക്കുമ്പോഴേക്കും വേറെ എന്തെങ്കിലും ഉണ്ടാവും, ഇല്ലാച്ച വേറെ എന്തെങ്കിലും ബ്ലോക്ക് വരും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ഏരീസ്. ഇവിടെ ഞാൻ സൈന് കാണുന്നത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. ആക്ച്വലി എല്ലാം സൈൻസ് കാണാണ്ട് ഇവിടെ.
ഓക്കെ. പക്ഷേ ഇതാണ് മേജർ സൈൻസ്. ജെമിനൈ ഉണ്ട്, ലീബ്ര ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.